സത്യം അന്വേഷിക്കുന്ന ഏതൊരു പ്രവർത്തനവും നടക്കട്ടെ. നമ്മളിപ്പോൾ എന്താ പ്രതികരിക്കേണ്ടത്? അവർ സത്യം അന്വേഷിച്ച് വന്നു, അവർ നടത്തട്ടെ, നമ്മുടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ തന്നെ ഒരു കാര്യം, ഹൈക്കോടതി മുൻപുള്ള ബോർഡുകളിലെ പങ്കാളിത്തം അടക്കം അന്വേഷിക്കണം, വ്യാപകമായ ഒരു അന്വേഷണം വേണം എന്ത് പറയാനാണ്? ഹൈക്കോടതി പറഞ്ഞു, അന്വേഷിക്കട്ടെ. മൊത്തത്തിൽ ബോർഡിനെ തന്നെ ഒരു ഓരോ ബോർഡുകളാണല്ലോ. ദേവസ്വം ബോർഡെന്ന് പറയുന്ന സ്ഥാപനം ഒന്ന്, കാലാകാലങ്ങളിൽ ഭരണസമിതിയായിട്ട് വരുന്ന ബോർഡുകൾ, രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. ഭരണസമിതി എന്നുള്ള അർത്ഥത്തിലാണ് ആ ബോർഡ് എന്നുള്ള സംജ്ഞ ഉപയോഗിച്ചിരിക്കുന്നത്, ആ ഭരണസമിതി എന്നുള്ള അർത്ഥം. എന്നാൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് എൻറ്റിറ്റിയാണ്. അപ്പോൾ അന്നത്തെ ഭരണസമിതിയെ ഇടയ്ക്ക് പ്രവർത്തനങ്ങൾ അന്വേഷിക്കട്ടെ. അത് കോടതിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അന്വേഷിക്കും. ഇപ്പം ഞാനൊന്നും പറയുന്ന ഒരു കാര്യമുള്ള കാര്യമാണ്. എനിക്ക് എൻ്റെ ബോർഡിനെ പറ്റി മനസ്സിലായി. ഈ വഴിപാടുകളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതും ഇഡിയുടെ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സുഹൃത്തുക്കളെ, ഈ അന്വേഷണ കോടതി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി ഒരഭിപ്രായവും ഞാൻ പറയില്ല. ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ കോടതി അന്വേഷിക്കട്ടെ. ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനവും ഞങ്ങളുടെ ഭരണസമിതിയും അതിനെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് ശരിയല്ല, പറയുകയുമില്ല. പൂർണ്ണമായിട്ട് സഹകരിക്കും. രാവിലെ എല്ലാം വിളിച്ച് പറഞ്ഞു. എൻ്റെ സുഹൃത്തെ, ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്നാണ് എൻ്റെ ചോദ്യം. അറസ്റ്റ് ചെയ്യേണ്ടവർ അറസ്റ്റ് ചെയ്യണം. സത്യം അന്വേഷിച്ചിട്ടുള്ള ഏതൊരു പ്രവൃത്തിക്കും നമ്മൾ കൂടെ നിൽക്കും. അതാണ് അത് നടക്കുന്നു. അത് രാവിലെ വിളിച്ച് പറഞ്ഞല്ലോ, എല്ലാം ചെയ്ത് കൊടുക്കാൻ അവരാവശ്യപ്പെടുന്ന രേഖകൾ കൊടുത്തു. അത് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാൽ, ഞങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ ഭരണസമിതി, പുതിയ ബോർഡിൻ്റെ ഒരു ചാലഞ്ച് തന്നെ എന്താണ്, ഈ സംഭവങ്ങൾ കൊണ്ടെല്ലാം വിശ്വാസികൾക്ക് ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണം. അത് വീണ്ടെടുക്കുന്നത് എങ്ങനെ? അതിപ്പം കൂടെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. വീണ്ടെടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ കൂടുതൽ സുതാര്യത ഉണ്ടാവണം, അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കണം. അത്തരത്തിലുള്ള സിസ്റ്റംസ് പരിഷ്കരിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞാനിപ്പോൾ. ശബരിമലയുടെ തിരക്ക് കഴിഞ്ഞു, ഇന്നുകൊണ്ട് ശബരിമല അടച്ചു. ഇനിയിപ്പോൾ സാധാരണ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പോകുന്ന വിശ്വാസികൾക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ, അവരുടെ രസീത് കൊടുപ്പ് തുടങ്ങി എല്ലാ കാര്യത്തിലും കുറച്ച് സംശയങ്ങളും പരാതികളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് പരിഹരിക്കണം എന്നാണ് പുതിയ ബോർഡിൻ്റെ ആഗ്രഹം. അത് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് നടന്ന കാര്യങ്ങളെപ്പറ്റിയും അന്വേഷണത്തെ പറ്റിയൊന്നും ഞാൻ എന്തെങ്കിലും ഉത്തരം പറയുന്നത് ശരിയല്ല. അപ്പോൾ സിസ്റ്റം ഫെയിലിയറാണ്, നമ്മൾ പരിശോധിക്കേണ്ടത്. ഇനി ഭാവിയിൽ ഇതുണ്ടാവരുമെന്ന് ഉറപ്പുവരുത്തലാണ് ഞങ്ങളുടെ ജോലി.